ഒരു വിഷയം നമുക്കറിയാൻ പറ്റും. ഈ ലിബറൽ പുരോഗമന കാഴ്ചപ്പാടുകളൊക്കെ നമ്മളെ പറഞ്ഞ് പറ്റിച്ചൊരു കാര്യമുണ്ട്. ആ പറഞ്ഞു പറ്റിച്ച കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുടുംബത്തെക്കുറിച്ചുള്ളൊരു സങ്കല്പം തന്നെ അട്ടിമറിച്ചു. എന്താണ് സങ്കല്പം? ലിബറൽ കാഴ്ചപ്പാടിൻ്റെ സങ്കല്പം അനുസരിച്ച് സന്തുഷ്ട കുടുംബം എന്ന് പറഞ്ഞാൽ എങ്ങനെയുള്ള കുടുംബമാണ്? സന്തുഷ്ട കുടുംബം എന്ന് പറഞ്ഞാൽ എങ്ങനെയുള്ള കുടുംബമാണ്? ചെറിയ കുടുംബമാണ് സന്തുഷ്ട കുടുംബം. അപ്പം നമുക്ക് കേട്ടാൽ തോന്നാവും നല്ലൊരു ഇതാണ്. ഇത് തന്നെയാണ് ആളുകളൊക്കെ അത് തന്നെയാണ് ഇത് ഫോളോ ചെയ്ത് വന്നത്. മാത്രമല്ല ആദ്യമൊക്കെ പറഞ്ഞിരുന്നത് നാം രണ്ട് നമുക്ക് രണ്ട് എന്നായിരുന്നു. പിന്നെ എന്ത് ചെയ്തു? വീണ്ടും അത് ഒന്നുകൂടി ചെറുതാക്കി. എന്നിട്ട് എന്ത് ചെയ്തു? നാം രണ്ട് നമുക്ക് ഒന്ന് എന്നാക്കി മാറ്റി. അങ്ങനെ അങ്ങോട്ട് ചെറുതാക്കി കുടുംബത്തെ. പക്ഷേ ഈ കുടുംബത്തെ അങ്ങോട്ട് ചെറുതാക്കി നമ്മളും വിചാരിച്ചു മുസ്ലിം സമൂഹത്തിൽ ഒരു പരിധി വരെ ഇതിൽ പെട്ടുപോകാതിരുന്നൊരു സമൂഹമാണ് ആര്. പക്ഷെ ഇപ്പോൾ പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ അതുണ്ടാക്കിയ ദുരന്തം എന്താണ്? ഇന്ന് ലോക സമൂഹം തന്നെ യഥാർത്ഥത്തിൽ ജനസംഖ്യ നയം വരെ തിരുത്തുകയാണ്. അങ്ങനെ ഉണ്ടല്ലോ. കാരണം അതുണ്ടാക്കുന്ന ദുരന്തം ചെറുതല്ല എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ചൈന അടക്കം ജനസംഖ്യാ നയം തിരുത്തി. ആദ്യകാലത്ത് പറഞ്ഞിരുന്നത് സർവ്വലോക തൊഴിലാളികളെ നിങ്ങൾ സംഘടിക്കുവാൻ നിങ്ങൾക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല എന്ന്. പക്ഷേ കഴിഞ്ഞ പാർട്ടി കോൺഗ്രസ്സിൽ അവർ ഒരു ആഹ്വാനമായിക്കൊണ്ട് തന്നെ പ്രഖ്യാപിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യുവതികളോട് പറയുകയാണെന്ത്? ഇത് സർവ്വരാജ്യ യുവതികളെ നിങ്ങൾ പ്രസവിക്കുവിൻ എന്നാണ്. കാരണം എന്താ? ആൾവിഭവമില്ലാതാകുന്നു. ഇന്ന് പാശ്ചാത്യ ലോകത്തിൻ്റെ ഒക്കെ പ്രശ്നം എന്താ? വിഭവങ്ങളില്ല, ആൾവിഭവങ്ങളില്ല. അങ്ങനെ ഉണ്ടല്ലോ, ആൾവിഭവങ്ങളില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമുക്കറിയാൻ പറ്റും ചില ക്രൈസ്തവ സഭകളൊക്കെ കൂടുതൽ പ്രസവിക്കുന്ന സ്ത്രീകൾക്ക് പാരിതോഷികം നൽകുന്നു. ഇതുണ്ടാക്കുന്ന വേറെ പ്രശ്നങ്ങൾ എന്താണ്? വേറെ പ്രശ്നങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന്, കുറച്ച് മുമ്പ് നിങ്ങൾ യൂട്യൂബിൽ കണ്ട ഒരു സംഭവം ഉണ്ടായിരിക്കും. ഒരു മകൻ അച്ഛനെ വൃദ്ധസദനത്തിൽ കൊണ്ടുപോയി തിരിച്ചു വരിക. അപ്പോൾ ആ അച്ഛൻ്റെ മുഖഭാവങ്ങളൊക്കെ അതിലിങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്? കാരണം വൃദ്ധസദനത്തിലാക്കി പോരുകയാണല്ലോ. അപ്പം ഉണ്ടാകുന്നൊരു അവസ്ഥ. അപ്പോൾ ഇത് കണ്ടുകൊണ്ട് അതിൻ്റെ താഴെ ധാരാളം ആളുകൾ ഇങ്ങനെ ഈ മകനെ ആക്ഷേപിച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്? കാരണം ഒരു വൃദ്ധസദനത്തിലാക്കി ഇങ്ങനെ പോരുക എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു ഇതുണ്ടല്ലോ. അപ്പോൾ ഇതിങ്ങനെ കണ്ട് ഈ വല്ലാത്ത പ്രതികരണങ്ങൾ ഇങ്ങനെ വന്നപ്പോൾ, ഇടപെടലുകളൊക്കെ വന്നപ്പോൾ ആ വൃദ്ധസദനത്തിൻ്റെ അധികൃതർ തന്നെ എന്ത് ചെയ്തു? അതിലിടപെട്ടുകൊണ്ട് വിശദീകരണം കൊടുത്തു. വിശദീകരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആകെ ഒരു മകനുള്ളൂ, അല്ലേ? ആകെ ഒരു മകനുള്ളൂ. അപ്പോൾ ഈ മകൻ എന്നെ സംബന്ധിച്ചിടത്തോളം ജോലിക്ക് പോകേണ്ടതുണ്ട്. പക്ഷെ വേറെ ആരും എന്തില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ജോലിക്ക് പോകണമെങ്കിൽ ഒരു എന്തെങ്കിലും ഒരു ഇടം വേണം. അതിന് വൃദ്ധസദനത്തെ ആശ്രയിക്കല്ലാതെ വേറൊരു വഴിയില്ല. നിസ്സഹായാവസ്ഥ കൊണ്ട് സംഭവിച്ചതാണ്. ചിലതൊക്കെ നിസ്സഹായാവസ്ഥ കൊണ്ടാണെങ്കിൽ വേറെ ചില കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിലുണ്ട്. പക്ഷേ ഇവിടെ നിസ്സഹായാവസ്ഥയാണ്. ഇതിന് കാരണം എന്താ എന്ന് വെച്ചാൽ ആ പിതാവ് അന്ന് വിചാരിച്ചു ചെറിയ കുടുംബമാണ് സന്തുഷ്ട കുടുംബം. അത് അങ്ങനെയാണല്ലോ. അതാണ് സുഖത്തിന്. ഇപ്പോൾ ആ സുഖം എന്തായി മാറിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് പലരെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് എന്താ? വീട്ടിൽ യഥാർത്ഥത്തിൽ താങ്ങും തണലുമാകേണ്ട കുടുംബം യഥാർത്ഥത്തിൽ മരുഭൂമിയായി മാറിയ. ഇതിന് കാരണം എന്താ? കുടുംബത്തെ വെട്ടിച്ചെറുതാക്കിയപ്പോൾ ഉണ്ടായ പ്രശ്നം. എന്ന് മാത്രമല്ല, ഇന്നിപ്പോൾ ഒരു മാനസികാവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ കുട്ടികളുടെ എണ്ണം പറയുമ്പോൾ ഉണ്ടല്ലോ. ഇപ്പോൾ എനിക്ക് 7 മക്കളുണ്ട്. ഇപ്പോൾ ചില ആളുകളോടൊക്കെ 7 മക്കൾ എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഇങ്ങോട്ട് വലിക്കും. 7 മക്കൾ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വലിക്കും. ഇങ്ങനെ വലിക്കുമ്പോൾ നമുക്ക് തോന്നും ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവും തോന്നും വലിക്കുമ്പോഴേ. പക്ഷെ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവില്ല. കാരണം എന്താണ്? ആ പേടി ഹാർട്ടില്ലാത്തതിൻ്റെ പേടിയാണ്. ഏത് ലിബറലിസത്തിൽ ഹാർട്ടില്ല. അവിടെ യഥാർത്ഥത്തിൽ എന്താണ്? ബുദ്ധി മാത്രമേ ഉള്ളൂ. ബുദ്ധി കൊണ്ട് യഥാർത്ഥത്തിൽ എന്തോ അവിടെ ഹാർട്ടിനൊരു പ്രസക്തിയില്ല. അതുകൊണ്ട് മനുഷ്യപ്പേടി അതിൻ്റെ അടിസ്ഥാനമാണ്. അങ്ങനെ ഈ മനുഷ്യപ്പേടി വരുമ്പോൾ പിന്നെ സംഭവിക്കുന്നത് മനുഷ്യപ്പേടി വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ ആദ്യകാലത്തൊക്കെ മനുഷ്യനുമായിട്ടുള്ളൊരു ഇതുണ്ടല്ലോ. ഇപ്പോൾ ഇസ്ലാം പഠിപ്പിക്കുന്നത് തന്നെ യഥാർത്ഥത്തിൽ ഈ മനുഷ്യൻ, മാനവികത, കുടുംബം, ബന്ധങ്ങൾ, ഉത്തരവാദിത്തങ്ങൾ, കടപ്പാടുകൾ, ഇതിൽ നിന്നൊക്കെ അങ്ങോട്ട് മുക്തമായി മാറുമ്പോൾ പിന്നെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 10 മക്കളെ പെറ്റുപോറ്റാൻ ഒരു പ്രയാസവുമില്ലാത്ത ഒരു അമ്മയ്ക്ക് പ്രയാസമില്ലാത്തൊരു കാലമുണ്ടാകും. അതങ്ങോട്ട് മാറി പുരോഗമിച്ച് വരുമ്പോൾ 10 മക്കൾക്ക് ഒരു അമ്മയെ സംരക്ഷിക്കാൻ കഴിയാത്ത ഒരു മാനസികാവസ്ഥയിലേക്ക് എത്തുക. ഇത് ഹാർട്ടില്ലാത്തതുകൊണ്ട് സംഭവിക്കുന്നതാണ്. അങ്ങനെ വരുമ്പോൾ ഉദരത്തിൽ കൊണ്ട് നടന്ന ഉമ്മയെ ഹൃദയത്തിൽ കൊണ്ട് നടക്കണം എന്ന അധ്യാപനത്തിന് പിന്നെ എന്തില്ല? കാരണം ഹൃദയം ഇല്ലല്ലോ. ഹൃദയത്തിൽ താങ്ങാൻ ഹൃദയം ഇല്ലാതാവുകയാണ് ചെയ്യുന്നത്. ഈ ഒരു തലത്തിലേക്ക് എന്താകുമെന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യനല്ലാതാക്കി മാറ്റുക. എന്നിട്ടൊന്നും കുടുംബത്തെ എന്ത് ചെയ്യാൻ പറ്റില്ല? മനുഷ്യനല്ലാതാക്കി മാറ്റിയിട്ടൊരു കുടുംബ നിർമ്മാണം ഇല്ല. അപ്പോൾ അത് സാധ്യമാകണമെങ്കിൽ ഈ കാഴ്ചപ്പാട് തിരുത്തണം. എന്നിട്ട് ചെറിയ കുടുംബം, സന്തുഷ്ട കുടുംബം എന്നൊക്കെ പറയുന്ന ഈ കാഴ്ചപ്പാടുകളുണ്ടല്ലോ, ഇത് യഥാർത്ഥത്തിൽ തന്നെ പറ്റിച്ചതാണ്. ലോകവും ഇന്നിപ്പോൾ അതിൽ പെട്ടുപോയി എന്നതാണ് തിരിഞ്ഞ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഉണ്ടല്ലോ. പക്ഷെ അതിൽ മനസ്സിലാവാതെ ഇപ്പോഴും ആ ലൈനിൽ തന്നെ പോകാൻ ശ്രമിക്കുന്ന ആരുണ്ട്?
നമുക്കിടയിൽ മുസ്ലിം സമൂഹത്തിൽ പോലും അത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന, അതുണ്ടാക്കുന്ന പ്രശ്നം വേറെയുണ്ട്. വേറെന്താ? കാരണം ഒരു കുടുംബം എന്ന് പറയുമ്പോൾ അതിൽ കുറേ അംഗങ്ങൾ ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്നൊരു ഒരവസ്ഥ അത് ഈ കൊറോണ കാലത്തൊക്കെ എളുപ്പം മനസ്സിലാവും. കൊറോണ കാലത്തൊക്കെ കുട്ടികളിങ്ങനെ വീട്ടിലിങ്ങനെ അടങ്ങി ഒതുങ്ങി ഇരിക്കുമ്പോൾ ആകെ ഒരു മകൻ അല്ലെങ്കിൽ ആകെ ഒരു മകൾ അല്ലെങ്കിൽ ഒന്ന് രണ്ട്, അതുണ്ടാക്കുന്നൊരു പ്രതിസന്ധി ചെറുതല്ല. അല്ലേ? കൗൺസിലിംഗ് ഇതൊക്കെ ധാരാളമായി വർദ്ധിച്ചു വന്ന ഒരു കാലഘട്ടമാണത്. കാരണം എന്താ? ഒറ്റപ്പെട്ടൊരവസ്ഥ വരിക. അതേസമയത്ത് 6-7 മക്കളും കുറച്ച് മക്കളൊക്കെ ഉള്ള ഒരു കുടുംബമാകുമ്പോൾ എന്ത് പ്രതിസന്ധി വന്നാലും, മാത്രമല്ല വീട്ടിലൊക്കെ എന്തെങ്കിലും ദുരിതങ്ങൾ, പ്രയാസങ്ങൾ, പ്രതിസന്ധികളൊക്കെ വരുമ്പോൾ ചോദിക്കാനും പറയാനും ആളുണ്ട് എന്ന അർത്ഥത്തിൽ താങ്ങും തണലുമായി കുടുംബം വരണമെങ്കിൽ എന്ത് വേണം? ഈ വിഷയത്തിൽ നമ്മൾ ഈ ലിബറലുകൾ പഠിപ്പിക്കുന്ന ഒരു കാഴ്ചപ്പാടിലേക്ക് പോയാൽ എന്നിട്ട് പിന്നെ സമാധാനം പ്രതീക്ഷിച്ചിട്ട് കാര്യമൊന്നുമില്ല. അതുണ്ടാവില്ല. അതുണ്ടാകണമെങ്കിൽ ഇതിൽ അള്ളാഹു പഠിപ്പിച്ച അള്ളാഹുവിൻ്റെ പ്രവാചകൻ പഠിപ്പിച്ചു തന്ന ചില അധ്യാപനങ്ങളുണ്ട്. അതിനെ മുഖവിലക്കെടുത്തുകൊണ്ട് കെട്ടിപ്പടുക്കാൻ ശ്രമിക്കുമ്പോൾ മാത്രം സംഭവിക്കുന്ന, അല്ലെങ്കിൽ പിന്നുണ്ടാകുന്ന ഇതാണ് ഈ ഡിപ്രഷനും അതിൻ്റെ അനന്തരഫലമായിട്ടുള്ള ആത്മഹത്യകളും മറ്റു കാര്യങ്ങളിലേക്ക് അത് പോവുക. അതാണ്. അപ്പം ഇന്ന് പക്ഷേ ഇപ്പോൾ ആത്മഹത്യ പോലൊരു വിഷയമാണ്. നമ്മളെടുത്ത് നോക്കുക, ലോകത്ത് മൊത്തം അങ്ങനെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ കേരളത്തിൽ ആത്മഹത്യ ഏറ്റവും കുറവുള്ളത് എവിടെ? മലപ്പുറം ജില്ലയിലാണ്. ലോകത്തെ ഏറ്റവും ആത്മഹത്യ കുറവുള്ളത് ഏത് രാജ്യങ്ങളിലാണ്? മുസ്ലിം രാജ്യങ്ങളിലാണ്. അങ്ങനെ ഉണ്ടല്ലോ. മറ്റുള്ളിടത്തൊക്കെ അത് വളരെ കൂടുതലാണ്. അപ്പോൾ എന്തുകൊണ്ട് ഇത് കുറയുന്നു? പല ഘടകങ്ങളിൽ ഒന്ന് ഇതുകൂടിയാണ്. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കുറച്ച് മുമ്പ് മഞ്ചേരിയിലെ ഒരു ഡോക്ടർ അദ്ദേഹത്തിന് 12 വർഷത്തെ ഒരു പഠന റിപ്പോർട്ട് സമർപ്പിക്കുന്നുണ്ട്. ഇന്ന് ആത്മഹത്യയുമായി ബന്ധപ്പെട്ട പഠന റിപ്പോർട്ട്. അതിൽ അദ്ദേഹം പറയുന്നത്, അതിൽ തലക്കെട്ട് തന്നെ പത്രസമ്മേളനത്തിൽ വെച്ചപ്പോൾ തലക്കെട്ട് തന്നെ കൊടുത്തിരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂട്ടുകുടുംബത്തിലേക്ക് മടങ്ങുക, ആത്മഹത്യയിൽ നിന്ന് രക്ഷപ്പെടുക എന്ന് പറഞ്ഞുകൊണ്ടാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആത്മഹത്യ ഏറ്റവും കൂടുതൽ നടന്നുകൊണ്ടിരിക്കുന്നത് അണുകുടുംബങ്ങളിലാണ്. അപ്പോൾ ഈ ആത്മഹത്യയിലേക്ക് അങ്ങോട്ട് എത്തണമെങ്കിൽ അതിന് മുമ്പ് അനുഭവിക്കുന്ന ഒരുപാട് പ്രതിസന്ധി വേറുണ്ട്. ആ അർത്ഥത്തിൽ ജീവിച്ചിരിക്കലും ചത്തതിനൊക്കുമേ എന്ന അവസ്ഥയിലൊക്കെ ഉള്ള കുടുംബാവസ്ഥകൾ ഉണ്ടല്ലോ. ഇതിനൊക്കെ കാരണം ഈ മരുഭൂമിയായി കുടുംബം ഇങ്ങനെ മാറുന്നതിൻ്റെയൊക്കെ കാരണം എന്താ? ഇത് ഈ പറയുന്ന അങ്ങനെ ഉണ്ടല്ലോ. അപ്പോൾ ഇതിൽ നിന്നും മനുഷ്യൻ മുക്തമാകണമെങ്കിൽ എന്ത് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ സങ്കല്പങ്ങൾ ഈ അർത്ഥത്തിൽ മാറണം. മാത്രമല്ല ഇപ്പോൾ വൃദ്ധസദനങ്ങൾ നിങ്ങൾ പോയി നോക്കുക. ഇപ്പോൾ കുറച്ച് മുമ്പ് അതിൻ്റെ റിപ്പോർട്ടുകൾ വന്നിരുന്നു. ഇപ്പോൾ കേരളത്തിൽ തന്നെ വ്യത്യസ്ത ജില്ലകളിലെ വൃദ്ധസദനങ്ങളുടെ എണ്ണം. അപ്പോൾ അതിൽ ജന്മഭൂമിയിൽ തന്നെ വന്ന റിപ്പോർട്ട് ഇപ്പോൾ അതിൻ്റെ കയ്യിലുണ്ട്. ആ സാധനം ഏറ്റവും വൃദ്ധസദനങ്ങൾ കുറവുള്ളത് എവിടെ? വൃദ്ധസദനങ്ങൾ ഏറ്റവും കുറവുള്ളത് മലപ്പുറം ജില്ലയിലാണ്. അങ്ങനെ ഉണ്ടല്ലോ. മാത്രമല്ല വൃദ്ധസദനങ്ങളിൽ പോയി നോക്കിയാൽ അപൂർവമായിട്ട് എന്തുണ്ടാവുള്ളൂ വൃദ്ധസദനങ്ങളിൽ മുസ്ലിം സമൂഹത്തിൽ നിന്ന്. പക്ഷേ ഇപ്പോൾ ഈ ആത്മഹത്യയുടെ വിഷയമാകട്ടെ, വൃദ്ധസദനങ്ങളുടെ വിഷയമാകട്ടെ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് കുറേശ്ശെ. ഇത് മാറുന്നത് എവിടുന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നിന്നുണ്ടല്ലോ ഈ മുസ്ലിം സമൂഹത്തെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ രക്ഷപ്പെടുത്തിയിട്ട് ചില ഗർത്തത്തിലേക്ക് ഇടാണ് യഥാർത്ഥത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ പെട്ടുപോകുന്ന കുറേ ആളുകൾ എന്താവുന്നുണ്ട്. അതിൻ്റെ അനന്തരഫലമായിട്ട് ഇപ്പോൾ പുത്തൂർപ്പള്ളിക്ക് ഞാൻ താമസിക്കുന്ന ആ പ്രദേശത്ത് തന്നെ ഇപ്പോൾ കുറച്ച് മുമ്പ് ഒരു ആത്മഹത്യ നടന്നു. മുസ്ലിം സമൂഹത്തിൽപ്പെട്ട ഒരു കുട്ടി, ഒരു പയ്യൻ. അപ്പോൾ തൊട്ടപ്പുറത്തുള്ള ഒരു ചേച്ചി പറയുന്നുണ്ട്, നിങ്ങൾക്കിടയിലൊന്നും ഈ ആത്മഹത്യ അങ്ങനെ ഉണ്ടാവാറില്ലല്ലോ, പക്ഷേ ഇപ്പോൾ നിങ്ങൾക്കിടയിലൊക്കെ, കാരണം പത്രങ്ങളിലൊക്കെ ചില വാർത്തകൾ അങ്ങനെ വരുന്നുണ്ട് ആത്മഹത്യ. പിന്നാമ്പുറം പരിശോധിക്കുമ്പോൾ മനസ്സിലാവും. ഇപ്പോൾ ഈ കുടുംബ ക്യാമ്പയിനുമായി ബന്ധപ്പെട്ട സ്ക്വാഡ് പരിപാടികളൊക്കെ നടക്കുമ്പോൾ തന്നെ ആ വിഷയം തന്നെ ചില കുടുംബങ്ങളിൽ നിന്ന് ചർച്ച വന്നിരുന്നു. കാരണം എന്താ? അവർ ആ കുട്ടികൾ ഈ ഒരു ലൈനിലേക്ക് പോയി അതിൻ്റെ ഒരു അനന്തരഫലമായി സംഭവിച്ചതാണത്. അങ്ങനെ ഉണ്ടല്ലോ. ഓരോന്നും അങ്ങനെ തന്നെ. അതായത് ഈ കെട്ട് പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ സംഭവിക്കുന്നത് ഈ നേരത്തെ സൂചിപ്പിച്ചല്ലോ, പിന്നെ അതോടുകൂടി പിന്നെ സംഭവിക്കുന്നത് തകർന്നു പോകുക എന്നുള്ളത്. ആ അർത്ഥത്തിൽ തകർച്ചകൾ സംഭവിച്ചു കൊണ്ടിരിക്കുക. അപ്പോൾ ഇത് മുസ്ലിം സമൂഹത്തിൻ്റെ മാത്രം വിഷയമല്ല, മനുഷ്യ സമൂഹം മൊത്തത്തിൽ അഭിമുഖീകരിക്കുന്ന പ്രശ്നമാണ്. അങ്ങനെ ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു വീണ്ടെടുപ്പ്, അതിൻ്റെ ഒരു തിരിച്ചുപിടിക്കൽ എന്ന് പറയുന്നത് വളരെ അനിവാര്യമായ ഒരു കാഴ്ചപ്പാടോട് നിന്നുകൊണ്ട് കൂടിയാണ് നമ്മൾ ഈ അർത്ഥത്തിൽ എന്ത് ചെയ്യുന്നത്. അപ്പോൾ ഇത് കേവലം ഒരു അടുക്കളക്കാര്യവുമായി മാത്രം ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യമല്ല, അതിനപ്പുറത്ത് അതിനെന്തുണ്ട്, അതിൻ്റേതായ പ്രസക്തി ഉണ്ട് എന്നാണ് സൂചിപ്പിക്കുന്നത്. അതോടൊപ്പം ഇപ്പോൾ കുടുംബവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നമ്മളിങ്ങനെ വിശകലനം ചെയ്തു വരുമ്പോൾ നമുക്കറിയാൻ പറ്റും, പിന്നെ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഈ എല്ലാ മൂല്യങ്ങളും മുളപൊട്ടുന്നത് എവിടെ നിന്നാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുടുംബത്തിൽ നിന്നാണ്. മാനവികമായ മൂല്യങ്ങളൊക്കെ ശരിക്കും മുളപൊട്ടി വരുന്നത് അവിടെ നിന്നുണ്ടല്ലോ. അപ്പോൾ കുറച്ച് മക്കളും കുടുംബങ്ങളൊക്കെ ഇങ്ങനെ, അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ കുടുംബവുമായി ബന്ധപ്പെട്ട് ചിട്ടവട്ടങ്ങൾ ഇങ്ങനെ പഠിപ്പിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ പഠിപ്പിച്ച ഒരു കാര്യമാണെന്ത്, നിങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണം. ഇന്നതിന് പ്രസക്തി ഏറിയ ഒരു കാലമാണ്. കാരണം എന്താ? വീട്ടിൽ തന്നെയാണ് എല്ലാവരും എങ്കിലും ഓരോരുത്തരും ഉള്ളത് അവരവരുടെ വേറെ ലോകങ്ങളിലാണ്. പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ, മൊബൈൽ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഓരോരുത്തരും വേറെ ലോകങ്ങളിലാണ്. അങ്ങനെ ഉണ്ടല്ലോ. അതുകൊണ്ട് പരസ്പരം എന്താവുന്നില്ല, ഇങ്ങനെ കാണുന്നു എന്നതിനപ്പുറത്ത് ആരും എന്താകുന്നില്ല. ഈ ഒരവസ്ഥ നിലനിൽക്കേ നമുക്ക് കുടുംബത്തെ ഭദ്രമാക്കാൻ കഴിയില്ല. അങ്ങനെയല്ല. അപ്പോൾ അതിൽ നിയന്ത്രണം മാത്രമല്ല, അതിനപ്പുറത്ത് ചില ചിട്ടകൾ പാലിക്കൽ. അതിൽപ്പെട്ടതാണെന്ത്, ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോഴാണ്
ഈ കൊടുക്കൽ വാങ്ങലുകളുടെ ഉണ്ടല്ലോ. ഇപ്പോൾ ഭക്ഷണം തന്നെ ചിലപ്പോൾ എന്തുണ്ടായിരിക്കും, ഭക്ഷണത്തിൽ തന്നെ ചിലപ്പോൾ ഇപ്പോൾ മീൻ കുറവ്, അല്ലെങ്കിൽ ഒരു പപ്പടത്തിൻ്റെ ഒരു എണ്ണം കുറവ്, അങ്ങനെ ഉണ്ടല്ലോ, അല്ലെങ്കിൽ ചോറ് കുറച്ച് കുറവ്, ഇതൊക്കെ ഉണ്ടല്ലോ ഒരു അഡ്ജസ്റ്റ് ചെയ്യൽ, പങ്കുവയ്ക്കൽ പോലത്തെ. ഇത് കുട്ടികൾ എവിടുന്നാണ് പഠിക്കുക? വേറൊരു ഇടം ഇതിനില്ല. ഏത് ഈ പങ്കുവെപ്പിൻ്റെയും സഹനം പോലെയുള്ള ഇങ്ങനെയുള്ള മൂല്യങ്ങൾ അങ്ങനെ ഒരു ഇടം വേറെ ഇല്ല. അതിന് പറ്റുന്നൊരു ഇടമാണ് കുടുംബം. അത് ചെറുപ്പം മുതൽ തന്നെ കുട്ടികളിൽ കൈമാറ്റം ചെയ്യപ്പെടുക ഇങ്ങനെയൊക്കെ ആവുമ്പോഴാണ്. അങ്ങനെയാണ് ഈ മാനവിക മൂല്യങ്ങൾ യഥാർത്ഥത്തിൽ ഉണ്ടാക്കുന്നത്. എന്നാൽ ഈ പങ്കുവെപ്പ് അതുപോലെ തന്നെ അല്ലേ കാരുണ്യത്തിൻ്റെയും പിന്നെ സഹകരണത്തിൻ്റെയും ഇങ്ങനത്തെ കാഴ്ചപ്പാട്, ലിബറൽ കാഴ്ചപ്പാടിൽ ഇതില്ല എന്നുള്ളതാണ്. ഇല്ലയെന്ന് മാത്രമല്ല, അത് എത്രത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങളുടെ ശ്രദ്ധയിൽ വന്ന മൈത്രേയനുമായിട്ടുള്ളൊരു അഭിമുഖത്തിൽ അയാൾ പറയുന്ന ചില കാര്യങ്ങളുണ്ട്. അയാൾ പറയുന്ന കാര്യങ്ങളിൽപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വൃദ്ധരായ ആളുകളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി യുവാക്കൾ അവരുടെ സമയം ഒരുപാട് ചിലവഴിക്കുന്നുണ്ട്. അത് വേസ്റ്റാണ്. അങ്ങനെ ഉണ്ടല്ലോ, അത് വേസ്റ്റാണ്. പിന്നെ പരിഹാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വൃദ്ധരായ ആളുകളോട് ഇയാൾ പറയുന്ന പരിഹാരം എന്താ? ആത്മഹത്യ ചെയ്യാനാണ്. അങ്ങനെ ഉണ്ടല്ലോ. ശരിക്കും ലിബറലിസം എന്നാൽ തോന്നിയാസം മാത്രമല്ല, അത് ക്രിമിനലിസം കൂടിയാണ്. അങ്ങനെ ഉണ്ടല്ലോ, ക്രിമിനലിസം കൂടിയാണ് യഥാർത്ഥത്തിൽ. എന്ത് ആ അർത്ഥത്തിൽ ഉള്ളൊരു കാര്യമാണ്. കാരണം അവിടെ പങ്കുവെപ്പിൻ്റെ പ്രശ്നമൊന്നുമില്ല. അതുകൊണ്ടാണ് ചൂരൽമല വിഷയം ഒരു അതേ അഭിമുഖത്തിൽ തന്നെ ചർച്ചയിൽ വരുന്ന സമയത്ത് ഇയാൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കാരണം ഈ യുക്തിവാദ ആ ലിബറൽ കാഴ്ചപ്പാടുള്ളവരൊന്നും ഇത്തരം സേവന മേഖലകളിൽ എവിടെയും നമ്മൾ കാണുന്നില്ലല്ലോ. ഇല്ല. എന്താ കാണാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, വാദം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഗവൺമെൻറ് നോക്കേണ്ട കാര്യമാണ്. എന്നാൽ ഒരു മനുഷ്യൻ എന്തായി മാറുന്നു? ഒരു ഉത്തരവാദിത്വ ബോധമില്ലാത്ത, മനുഷ്യത്വമില്ലാത്ത ഈ മനുഷ്യൻ്റെ മുമ്പിലൊന്ന് തലചുറ്റി വീണാൽ യഥാർത്ഥത്തിൽ തിരിഞ്ഞു നടക്കുന്ന അത്തരം ഇവരാണ് ഈ രാജ്യത്ത് യഥാർത്ഥത്തിൽ മാനവ സമൂഹത്തിൻ്റെ ശത്രുക്കളാണ് ഇവർ. കാരണം അവർ മനുഷ്യനെ സ്നേഹിക്കുന്നവരല്ല. അവരവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി ബാധ്യതകൾ മറന്ന അവകാശബോധം മാത്രമുള്ള ഒരു സമൂഹമായിട്ട് അതിലേക്കൊക്കെ കുട്ടികൾ പെട്ടുപോകാൻ. ഞാനിതിങ്ങനെ പറയുമ്പോൾ പല ഇടങ്ങളിലും കുട്ടികളൊക്കെ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ അത്തരം കാഴ്ചപ്പാടുകളിലേക്കൊക്കെ, കാരണം ഈ ചോരത്തിളപ്പിൻ്റെ ഒരു കാലമാണല്ലോ, അപ്പോൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ അതിലേക്ക് അങ്ങോട്ട് പെട്ടുപോകും. എന്നിട്ട് അവർ വിചാരിക്കും അത് തന്നെയാണ്. അതിൽ യഥാർത്ഥത്തിൽ മാനവികമായ ഒരു ഇതുമില്ലാത്ത തികച്ചും മനുഷ്യവിരുദ്ധമായ ഒരു ആശയവും കാഴ്ചപ്പാടും ഇതാണ് യഥാർത്ഥത്തിൽ എന്ത് ചെയ്യുന്നത്. എന്നാൽ അതൊക്കെ മാറ്റി മൂല്യങ്ങൾ തലമുറയിൽ ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ കുടുംബം എന്ന് പറയുന്ന ഒരു സംവിധാനം അത് വളരെ ഭദ്രമാവുമ്പോൾ മാത്രം നടക്കുന്ന ഒരു കാര്യമാണ്. എന്ന് മാത്രമല്ല, നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, ഈ പ്രായമായ ആളുകൾക്ക് ഇടം കിട്ടുന്ന, ആദരവ് കിട്ടുന്ന ലോകത്താകെ ഒരൊറ്റ സ്ഥാപനമേ ഉള്ളൂ അല്ലേ. പൊതുവിൽ പ്രായമായവരെ സംബന്ധിച്ചിടത്തോളം ഓഫീസുകളിൽ നിന്ന് മറ്റൊക്കെ റിട്ടയർഡായൊക്കെ പിരിച്ചുവിടുക. എന്നാൽ ഇവർക്ക് ഇടം കിട്ടുന്ന, പദവി കിട്ടുന്ന, അംഗീകാരം കിട്ടുന്ന ഒരൊറ്റ സ്ഥാപന ലോകത്തുള്ളൂ. അതെന്താ? അത് കുടുംബമാണ്. കുടുംബത്തിൽ കാരണവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതൊരു അലങ്കാരവും അതൊരു അലങ്കാരമാണ് യഥാർത്ഥത്തിൽ. അതൊരു അംഗീകാരമാണ്. എന്നാൽ ഇവരൊക്കെ പറയുന്നത് എന്താണ്? അവരോട് ആത്മഹത്യ ചെയ്യാനാണ്. അങ്ങനെ ഉണ്ടല്ലോ. ഇതിനാണ് പുരോഗമനം എന്ന് പറയുന്നത്. ഇത്ര പൈശാചികമായ കാഴ്ചപ്പാടുകളെ. അപ്പോൾ അത് തിരിച്ചു പിടിക്കണമെങ്കിൽ എന്ത് വേണം? മൂത്തവർ അല്ലെങ്കിൽ പ്രായമായവർ, കാരണവർ ബഹുമാനിക്കപ്പെടണമെന്ന് പറഞ്ഞാൽ പോരാ, അതിന് സംവിധാനം വേണം. അതിനെന്ത് വേണം? കുടുംബം ഭദ്രമായിട്ട് നിലനിൽക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനം. അപ്പോൾ കുടുംബം ഉണ്ടായേ പറ്റൂ. മാത്രമല്ല, അപ്പോൾ വൈകല്യങ്ങളുള്ള അങ്ങനെയൊക്കെ ജനിക്കുന്നവരുണ്ടല്ലോ, ഇവരൊക്കെ യഥാർത്ഥത്തിൽ ലിബറൽ കാഴ്ചപ്പാടനുസരിച്ചാണെങ്കിൽ ദയാവധത്തിലേക്കാണ് അവരെന്ത് ചെയ്യുന്നത്. അതുകൊണ്ട് അത് ക്രിമിനലിസം കൂടിയാണെന്ന് പറയുന്നത്. അവരെ ദയാവധത്തിന് വിധേയമാക്കാൻ അങ്ങനെയാണ്. മാത്രമല്ല, വേദനയില്ലാതെ മരിക്കാനുള്ള ഉപകരണം വരെ ഇപ്പോൾ പിന്നെ സ്വിറ്റ്സർലാൻഡിലോ മറ്റോ എന്ത് ചെയ്തിട്ടുണ്ട്? വികസിപ്പിച്ചു കഴിഞ്ഞു. കാരണം അതൊക്കെ വികസിത രാജ്യങ്ങളാണ്. വേദനയില്ലാതെ കൊല്ലാനുള്ള, മരിക്കാനുള്ള, ആത്മഹത്യ ചെയ്യാനുള്ള ഉപകരണങ്ങൾ വരെ ഉണ്ടാക്കുക. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ വേറെ ഉണ്ടല്ലോ ഒരു മനുഷ്യപ്പറ്റിൻ്റെ താങ്ങും തണലുമാകുന്ന അങ്ങനത്തെ ഒരു സംവിധാനത്തെക്കുറിച്ചുള്ളൊരു ചർച്ചയോ ചിന്തയോ ഇല്ല. ഇങ്ങനെയുള്ള ഒരു ശൂന്യതയിലേക്കാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്ന, അള്ളാഹു പഠിപ്പിക്കുന്ന അല്ലെ ഈ പറയുന്ന കുടുംബം എന്ന് പറയുന്ന ആ ഒരു മഹത്തായ സ്ഥാപനത്തെക്കുറിച്ച് നമ്മൾ യഥാർത്ഥത്തിൽ എന്ത് ചെയ്യുന്നത്? ബോധ്യപ്പെടുന്നത്. അതൊന്ന് നമ്മൾ വീണ്ടെടുക്കണം, സമൂഹത്തെ അതിൻ്റെ യാഥാർത്ഥ്യം ബോധ്യപ്പെടുത്തണം. ഈ യാഥാർത്ഥ്യം ബോധ്യപ്പെടുമ്പോഴാണ് കുടുംബം എന്ന് പറയുന്നത്. ഇപ്പോൾ പാശ്ചാത്യ ലോകത്തൊക്കെ അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങളിലൊക്കെ എന്താണ് ഈ കുടുംബത്തിൻ്റെ പുനഃസംവിധാനം രാഷ്ട്രീയ വിഷയമായി വരുന്നത് എന്തുകൊണ്ടാണ്? കാരണം അതൊരു പ്രശ്നമായി നിൽക്കുന്നു അവിടെ. അവർക്ക് പക്ഷേ സമ്പത്തും ഒരുപാട് എല്ലാം ഉണ്ട്, പക്ഷെ എന്തില്ല. അതാണ് ഇപ്പോൾ കൊറോണ കാലത്ത് നമുക്കറിയാൻ പറ്റും ഏറ്റവും കൂടുതൽ ഈ വൃദ്ധർ മരണപ്പെട്ടത് എവിടെയാണ്? അമേരിക്കയെ പോലുള്ള രാജ്യങ്ങളിലാണ്. കാരണം എന്താ? സംവിധാനം ഇല്ലാത്തതുകൊണ്ടാണ്. എന്ന് പറഞ്ഞാൽ ലോകത്ത് ഒരുപാട് പാഠങ്ങൾ അള്ളാഹു തന്നെ വ്യത്യസ്ത ഇതിലൂടെ പഠിപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട്. മാനവിക മൂല്യങ്ങളുടെ മാനവികതയുടെ, മാനുഷികതയുടെ ഒരു വീണ്ടെടുപ്പ് സാധ്യമാകണമെങ്കിൽ അള്ളാഹു പഠിപ്പിച്ചതുപോലത്തെ ആ എഞ്ചിനീയർ പഠിപ്പിച്ചതുപോലെ കുടുംബ സംവിധാനത്തെ
ഇത് പുനർനിർമ്മിക്കുക എന്നതല്ലാത്ത വേറൊരു പരിഹാരമില്ല. അങ്ങനെ ഉണ്ടല്ലോ. അപ്പോൾ ആ അർത്ഥത്തിൽ എന്തുണ്ടാവണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ എത്ര പറഞ്ഞാലും അവസാനിക്കില്ല. സമയത്തിൻ്റെ പരിമിതി കൊണ്ട് ഞാനിത് അവസാനിപ്പിക്കുകയാണ്. ഒരുപാട് വിഷയങ്ങൾ ഈ വിഷയത്തിൽ ഉണ്ട്. അത് വിശകലനം ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഒരു പ്രസക്തി നമുക്ക് മനസ്സിലാവുക. അപ്പോൾ വളരെ ഗൗരവത്തിൽ നമ്മൾ ആലോചിക്കണം. ഇത് വരുന്ന പുതിയ തലമുറ എന്ന് പറഞ്ഞാൽ പുതിയൊരു ഒരവസ്ഥയിൽ വ്യത്യസ്ത സ്വഭാവത്തിൽ എന്ത് ചെയ്യുന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളറിയാതെ തന്നെ വിട്ടുപോകുന്ന ഒരു സാഹചര്യവും അവസ്ഥയൊക്കെ നിലനിൽക്കുമ്പോൾ അതിൽ നിന്ന് ഒരു വീണ്ടെടുപ്പ് സാധ്യമാകണമെങ്കിൽ വളരെ ഗൗരവത്തിൽ വളരെ ബോധപൂർവം തന്നെ ചില ശ്രമങ്ങൾ, ചില നീക്കങ്ങൾ ഈ വിഷയത്തിൽ നമ്മൾ നടത്തേണ്ടതുണ്ട്. അപ്പോൾ മക്കളുടെ വിഷയത്തിൽ ഒക്കെ നമുക്കറിയാൻ പറ്റും. പിന്നെ ഇപ്പോൾ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് വരെ ഇപ്പോൾ നമ്മൾ പറയുന്ന ഈ ജനറൽ ന്യൂട്രലിറ്റി എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് തോന്നുന്നത് ഇങ്ങനെ അതൊക്കെ യഥാർത്ഥത്തിൽ വളരെ അപകടകരമായ വലിയ പിന്നെ വഴികേടിലേക്ക് നയിക്കുന്ന ആശയങ്ങളാണ്. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുവാൻ സന്ദർഭമില്ല. പക്ഷേ ഇതൊക്കെ പഠിച്ചും പഠിപ്പിച്ചും അങ്ങനെയൊക്കെ വളർന്നു വരുന്ന നമ്മളുടെ തലമുറ അറിയാതെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റു പലതുമായിട്ടാണ് പിന്നെ ആയി വരിക. അപ്പോൾ അതിൽ ജാഗ്രത ഉണ്ടാവേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ അള്ളാഹുവിൻ്റെ ഒരു എന്താ പറയുക, ഹിദായത്ത് എന്ന് പറയുന്നത് സാധാരണ നമ്മൾ വിചാരിക്കുന്നത് പോലെ ജന്മം കൊണ്ട് കിട്ടുന്ന ഒന്നല്ല ഹിദായത്ത്. അതിങ്ങനെ പാരമ്പര്യമായ ഒരു ജനിതക പ്രക്രിയയിലൂടെ കൈമാറ്റം ചെയ്യപ്പെടുന്ന ഒന്നല്ലത്. അത് വിശുദ്ധ ഖുർആൻ തന്നെ കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നൂഹ് നബി അലൈഹി സ്വലാം എന്തായിരുന്നു? വിശ്വാസിയാണ്, പ്രവാചകനാണ്. പക്ഷെ മകൻ എന്തല്ല? വിശ്വാസിയല്ല, ഭാര്യയുമല്ല. ലൂത്ത് നബി അലൈഹി സ്വലാം എന്താണ്? വിശ്വാസിയാണ്. പക്ഷേ ഭാര്യ. ഇബ്രാഹിം നബി അലൈഹി സ്വലാം വിശ്വാസിയാണ്. പക്ഷേ പിതാവ്. അതിൻ്റെ അർത്ഥം ഇതെന്തല്ല? ഒരു പാരമ്പര്യ പ്രക്രിയയിലൂടെ ഉണ്ടാകുന്നതല്ല ഈ ഹിദായത്ത് എന്ന് പറയും. അത് ബോധപൂർവം തന്നെ അല്ലേ നിലനിർത്തി പോരേണ്ടതായ, ഒരാൾ ബോധപൂർവം അതിന് സന്നദ്ധമായി അപ്പോൾ മാത്രം ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതിൽ സ്വാഭാവികമായിട്ടും മറ്റ് സാധ്യതകളും ഉള്ളതുകൊണ്ട് ഇത് ശരിയായ അർത്ഥത്തിൽ തന്നെ മുന്നോട്ട് പോകുന്നിടത്ത് നമ്മൾ പാലിക്കേണ്ട മര്യാദകൾ എന്തൊക്കെയോ അത് കൃത്യമായി പാലിക്കൽ വളരെ പ്രധാനമാണ്. അതിൽ തന്നെ മുമ്പൊരിക്കൽ ഒരു പണ്ഡിതൻ സൂചിപ്പിച്ചൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നൂഹ് നബി അലൈഹി സ്വലാം വിശ്വാസിയാണ്, പ്രവാചകനാണ്. പക്ഷേ മകൻ വഴിതെറ്റിപ്പോയി. അങ്ങനെ ഉണ്ടല്ലോ. 25ഓളം പ്രവാചകന്മാരിൽ ഒരു പ്രവാചകൻ്റെ കുടുംബത്തെക്കുറിച്ചാണ് ഈ പറയുന്നത്. മകൻ വഴിതെറ്റിപ്പോയി എന്ന് വെച്ചാൽ ഉമ്മ വഴിതെറ്റിയാൽ മക്കൾ വഴിതെറ്റാൻ സാധ്യത കൂടുതലാണെന്ന സൂചന കൂടി അതിലുണ്ടെന്ന് സൂചിപ്പിക്കുക. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉമ്മമാർക്ക് മക്കൾ വളർത്തുന്നിടത്ത് വലിയ പങ്കുണ്ട്. അതിൻ്റെ അർത്ഥം ഉപ്പമാർക്ക് ഇല്ലെന്നല്ല. പക്ഷെ അതിന് കൂടുതൽ എന്തുണ്ട്? കാരണം അവരുടെ കൂടെയാണ് യഥാർത്ഥത്തിൽ എന്ത്. അപ്പോൾ ആ സമയത്ത് ഈ പറയുന്ന മൂല്യങ്ങൾ പഠിപ്പിക്കുന്നിടത്ത് അല്ല, അത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നിടത്ത് വലിയൊരു ജാഗ്രത ആരുടെ ഭാഗത്തു നിന്നുണ്ടാകണം? അതായത് ഇന്നിപ്പോൾ നമ്മളുടെ ഒരു അവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കാഴ്ചപ്പാടുകളുടെ തന്നെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പലപ്പോഴും നമ്മൾ നല്ല കഴിവുള്ള മക്കൾ ഉണ്ടാകണം എന്നാണ്. ഈ കാഴ്ചപ്പാട് തന്നെ നമ്മൾ തിരുത്തണം. നല്ല കഴിവുള്ള മക്കൾ ഉണ്ടാകണം എന്ന കാഴ്ചപ്പാടിനെ തിരുത്തണം. എന്നിട്ടോ കഴിവുള്ള നല്ല മക്കൾ ഉണ്ടാകണം എന്നുള്ളിടത്തേക്ക് കാര്യങ്ങളെ മാറ്റണം. നല്ല കഴിവുള്ള മക്കളായിട്ട് വളർത്തണം. പക്ഷെ പോരാ, അതിനപ്പുറം അത് തിരുത്തണ കാഴ്ചപ്പാട്. അതിന് പകരം കഴിവുള്ള നല്ല മക്കളെ വളർത്തുക എന്നുള്ളിടത്തേക്ക് കാര്യങ്ങൾ എന്താവേണ്ടതിന്. അപ്പോൾ രണ്ട് ലോകത്തും A+ കിട്ടണമെങ്കിൽ എന്ത് വേണം? ഈ കാഴ്ചപ്പാട് തിരുത്തൽ, അതിനനുസരിച്ച് കാര്യങ്ങളെ എന്ത് ചെയ്യണം? അത് ജീവിതത്തിൻ്റെ ഓരോ സന്ദർഭങ്ങളിലും പാലിക്കേണ്ട അല്ലേ അള്ളാഹു പഠിപ്പിച്ച വ്യവസ്ഥകളുണ്ടല്ലോ ജീവിതത്തിൽ. ഇപ്പോൾ കുടുംബജീവിതത്തിലാണെങ്കിലും പറഞ്ഞ വ്യവസ്ഥകൾ ഓരോന്നിലും പാലിക്കാൻ പറഞ്ഞാൽ അതിൽ എവിടെയൊക്കെ ദീൻ ഇടപെടുന്നോ അത് എല്ലായിടത്തും ഇടപെടുന്നത് നമ്മുടെ ജീവിതത്തിൽ തന്നെ അതിങ്ങനെ പ്രാക്ടീസ് ചെയ്ത് വരുന്നൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എന്താവേണ്ടതുണ്ട്. അങ്ങനെ വരുമ്പോഴാണ് യഥാർത്ഥത്തിൽ ആ ഒരു ലൈനിൽ ജീവിച്ചു പോരുന്ന. മറ്റതിപ്പോൾ പലപ്പോഴും സംഭവിക്കുന്നത് ഈ നമസ്കാരം അല്ലെങ്കിൽ അനുഷ്ഠാനാദി കാര്യങ്ങളൊക്കെ യഥാർത്ഥത്തിൽ ജീവിതഗന്ധിയല്ലാത്ത ആചാരങ്ങളായി ചുരുങ്ങിപ്പോയാൽ അത് ജീവിതമായിട്ട് എന്തുണ്ടാവില്ല, ആ അവസ്ഥയിൽ നിന്ന് മാറേണ്ടതുണ്ട്. അതിനപ്പുറത്ത് എല്ലായിടത്തും അള്ളാഹു ഇടപെട്ടിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഇപ്പോൾ വെള്ളം കുടിക്കാൻ കള്ളു കുടിക്കാൻ പാടില്ലല്ലോ അല്ലേ, ചായ കുടിക്കാൻ ചാരായം കുടിക്കാൻ പാടില്ലല്ലോ. ചായ കുടിക്കാൻ ചാരായം കുടിക്കാൻ പാടില്ല, വിവാഹം കഴിക്കാൻ വിഭജിക്കാൻ പാടില്ല, കൂലി വാങ്ങാൻ കൈക്കൂലി വാങ്ങാൻ പാടില്ല. ഇങ്ങനെ ജീവിതത്തിൽ എന്തുണ്ട്? 2 ലൈൻ. നമ്മൾ ജീവിക്കുന്നവരിൽ ലൈൻ ഇതിങ്ങനെ ഇടകലർത്താൻ പാടില്ല. ഇസ്ലാമിനെ ജാഹിലിയത്തിനെ കൂട്ടിക്കലർത്തി ജീവിച്ചാൽ നമസ്കരിച്ചിട്ടോ അല്ല അനുഷ്ഠാനാദി കാര്യങ്ങൾ നിർവഹിച്ചിട്ടോ പ്രത്യേകിച്ച് ഉണ്ടാവില്ല. അപ്പം അങ്ങനെ പോകുന്നതിൻ്റെ കൂട്ടത്തിൽപ്പെട്ടതാണെന്ത്? വെള്ളം കുടിക്കാൻ കള്ളു കുടിക്കാൻ പാടില്ല എന്നതുപോലെ തന്നെ പരീക്ഷ എഴുതാൻ കോപ്പി അടിക്കാൻ പാടില്ല എന്ന് പറയുന്ന ഉണ്ടല്ലോ. ഇപ്പോൾ ഉള്ളൊരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ അത് ചെറുതാണെന്ന് തോന്നും, പക്ഷെ വലുതാണ്. അപ്പോൾ കോപ്പി അടിക്കൽ എന്ന് പറഞ്ഞാൽ എന്താ? കോപ്പി അടിച്ച് അതൊക്കെ ഒന്ന് സർവ്വസാധാരണമാണ്. അതിൻ്റെ കൂട്ടത്തിൽ മകൻ അല്ലെങ്കിൽ മകൾ കോപ്പി അടിച്ചു അതിനെ ഒരു സാമർഥ്യമായിട്ട് അവതരിപ്പിക്കുമ്പോൾ അത് യഥാർത്ഥത്തിൽ തിരുത്തപ്പെടേണ്ടതാണ്. കാരണം എന്താ? കോപ്പിയടിയും കള്ളുകുടിയും തമ്മിലൊരു ബന്ധമുണ്ട്. കോപ്പിയടിയും കള്ളുകുടിയും തമ്മിലൊരു ബന്ധമുണ്ട്. എന്താ ബന്ധം? രണ്ടും തിന്മയാണെന്നതാണ് ബന്ധം, രണ്ടും തെറ്റാണെന്നതാണ് ബന്ധം. അപ്പം തെറ്റ് ശരിയായി പഠിപ്പിക്കപ്പെട്ടാൽ ചെറുതാണെങ്കിലും പിന്നെ വലുതിലും എന്താവില്ല,
വലുതും ഒരു പ്രശ്നമല്ലാത്തിടത്തേക്ക് അത് വികസിക്കുകയാണ് ചെയ്യുക. അങ്ങനെ ഉണ്ടല്ലോ. അപ്പോൾ ഇസ്ലാം പഠിപ്പിക്കുന്ന ആ ജീവിത വിശുദ്ധി എന്ന് പറയുന്ന ഒന്നുണ്ട്. അങ്ങനെ ഒന്നുണ്ടല്ലോ. ആ അർത്ഥത്തിൽ ജീവിത വിശുദ്ധിയിലേക്ക് നമ്മളുടെ വിശ്വാസം നമ്മളെ നയിക്കുന്നില്ലെങ്കിൽ ആ വിശ്വാസം എന്താവില്ല, അത് യഥാർത്ഥത്തിൽ സ്വാധീനിക്കുന്നിടത്ത് അതിന് പരിമിതികളുണ്ടാകും. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അർത്ഥത്തിൽ എല്ലാ തലങ്ങളിലും എന്തുവാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അള്ളാഹു പഠിപ്പിച്ച, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന ആ വഴിയടയാളങ്ങൾ നോക്കി നമ്മൾ ജീവിതത്തെ ചിട്ടപ്പെടുത്താൻ ശ്രമിക്കുമ്പോഴാണ് ആ ഒരു രീതിയിൽ നമുക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുവാൻ സാധ്യമാവുക എന്നാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ആ അർത്ഥത്തിൽ നമ്മൾ വളരെ ഗൗരവത്തിൽ തന്നെ കാണേണ്ടതുണ്ട്. മാത്രമല്ല ഇവിടെ വെച്ച് അവസാനിക്കുന്നതല്ലല്ലോ. അപ്പോൾ നമ്മൾ കുടുംബം എന്ന് പറയുമ്പോൾ ഇവിടെ വെച്ചൊരു അവസാനിക്കുന്ന ഒരു കുടുംബ കാഴ്ചപ്പാടുമല്ല. ഇതിനപ്പുറത്തേക്ക് നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന എന്താണ്, നമ്മളുടെയൊക്കെ കുടുംബങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ മരണാനന്തര ജീവിതത്തിൽ നമ്മളുടെ കൂടെ ഉണ്ടാവേണ്ടതുണ്ട്. അവിടെയും നമ്മളുടെ കൂടെ ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം, ഇവിടെ ഹിദായത്ത്, അതിനനുസരിച്ച് സന്മാർഗത്തിൽ തന്നെ ജീവിക്കേണ്ടതുണ്ട്. അപ്പോൾ സന്മാർഗത്തിൽ ജീവിച്ച് മുന്നോട്ട് പോകണമെങ്കിൽ എന്ത് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അവർ വിശ്വാസത്തിൽ അടിയുറച്ച് നിൽക്കുന്നവരായിട്ട് അങ്ങനെ ആയി വരുന്നിടത്ത് ആ വിശ്വാസം, അതാണല്ലോ നേരത്തെ പറഞ്ഞല്ലോ, വിശ്വാസികളായിക്കൊണ്ടല്ലാതെ മരിക്കരുത്, എപ്പോഴും അല്ലാതെ മരിക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ മരിപ്പിക്കാനുള്ള അന്തരീക്ഷം ഇപ്പോൾ രൂപപ്പെട്ട് വന്നു നിൽക്കുന്നു. അപ്പോൾ അതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് മുന്നോട്ട് പോകണമെങ്കിൽ അള്ളാഹുവിൻ്റെ ഒരു സഹായം കൂടി നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട്. അതിനെന്ത് വേണം, നമ്മൾ മക്കൾക്ക് വേണ്ടി, മക്കൾ തിരിച്ച് മാതാപിതാക്കൾക്ക് വേണ്ടി ഉള്ളുരുകി പ്രാർത്ഥിക്കുക എന്ന് പറയുന്ന ഒരു സംഭവം കൂടി ഇതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാവേണ്ട ഒരു സംഗതിയാണ്. ഉള്ളുരുകി പ്രാർത്ഥിക്കുക എന്ന് പറയുന്ന, കാരണം പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ഹൃദയത്തിൽ നിന്നുണ്ടാവുന്നതാണ്. മക്കളെ ഉപദേശിക്കാം, ഉപദേശം ബുദ്ധിയിൽ നിന്നാണ് വരിക, അങ്ങനെയാണല്ലോ. പ്രാർത്ഥന ഹൃദയത്തിൽ നിന്നാണ് വരിക. ആകാശ കവാടങ്ങളെ സ്വാധീനിക്കുക പ്രാർത്ഥനകളാണ്, അങ്ങനെ ഉണ്ടല്ലോ. ഈ പ്രാർത്ഥനകൾ അതിന് കാര്യകാരണ ബന്ധമൊന്നും ഉണ്ടാവില്ല, ഉണ്ടല്ലോ. അതുകൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ എൻ്റെ വ്യക്തിപരമായ അനുഭവം തന്നെ, ഇപ്പോൾ ഹിദായത്തിലായതിന് ശേഷം പിന്നെ എൻ്റെ ജ്യേഷ്ഠൻ്റെ ഭാര്യയും പിന്നെ ഇങ്ങനെ ഹിദായത്തിലാവുന്നൊരു സന്ദർഭം ഉണ്ടാവുന്നുണ്ട്, സ്വകാര്യമായി, അങ്ങനെ ഉണ്ടല്ലോ. അപ്പോൾ അതിന് ശേഷം എൻ്റെ ജ്യേഷ്ഠൻ ഒരു ഉണ്ടല്ലോ ഈ ഫാസിസ്റ്റ് ലൈനിൽ തന്നെ പോകുന്ന ഒരു അവസ്ഥയിലേക്കൊക്കെ കാര്യങ്ങൾ എത്തുന്നുണ്ട്. അങ്ങനെ ഒരു സമയത്ത് എൻ്റെ ഉമ്മ എന്നോട് വന്ന് പറയുന്ന ചില കാര്യങ്ങളുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ ജ്യേഷ്ഠനെക്കുറിച്ച് ഉണ്ടല്ലോ, ഈ ആ ലൈനിലൊക്കെ ഇങ്ങനെ പോകുമ്പോൾ ഇസ്ലാമിൻ്റെ ആ ഒരു ശത്രുപക്ഷത്ത് നിന്നുകൊണ്ട് കാര്യങ്ങൾ അത് ഉണ്ടാക്കാവുന്ന ഒരവസ്ഥയെക്കുറിച്ച് ആലോചിക്കുന്നത്. ഇവിടുത്തെ ഒരു കാര്യം പ്രശ്നമുണ്ടല്ല, പരലോകത്ത് അത് ഉണ്ടാക്കാൻ പോകുന്നൊരവസ്ഥ പറഞ്ഞുകൊണ്ട് പലപ്പോഴും വന്ന് കരയലുണ്ട്. പരലോകത്ത് അവൻ്റെ എന്നിട്ടുണ്ട് അത് പറയുമ്പോൾ പലപ്പോഴും അത് പറയുമ്പോൾ പോലും യഥാർത്ഥത്തിൽ ഉണ്ടല്ലോ ഇങ്ങനെ ഈ കണ്ണിൽ നിന്ന് കണ്ണുനീരിങ്ങനെ വന്നുകൊണ്ട് ഇങ്ങനെ പറയുമ്പോൾ പിന്നെ അപ്പോൾ ഞാൻ പലപ്പോഴും എൻ്റെ ഒരു ഗൗരവം മനസ്സിലാക്കുക അപ്പോഴാണ്. കാരണം കഴിഞ്ഞാൽ പിന്നല്ലെങ്കിൽ നാളെ തീരുന്ന ഒരു ജീവിതം, പിന്നെ അങ്ങോട്ട് മരണപ്പെട്ടാൽ അള്ളാഹുവിൻ്റെ പ്രവാചകൻ വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നതനുസരിച്ച് പിന്നത്തെ ഒരവസ്ഥ. അപ്പോൾ മകൻ്റെ ഇങ്ങനത്തെ ഒരു അവസ്ഥയെക്കുറിച്ച് അറിയുമ്പോൾ ഉള്ളിൽ നിന്നുണ്ടാകുന്ന ഒരു അസ്വസ്ഥതയും പ്രയാസവും, എന്നിട്ട് അതിൽ നിന്നുണ്ടാകുന്ന ഒരു കണ്ണീരുണ്ടല്ലോ, ആ കണ്ണീരിൽ ഒരു പ്രാർത്ഥനയുണ്ട് അല്ലേ, ആ കണ്ണീരിലൊരു പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥനയാണ് ആകാശ കവാടങ്ങൾ എന്ത് ചെയ്യുന്നത്. അതിങ്ങനെ മനസ്സിലായത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഘട്ടത്തിൽ ഉണ്ടല്ലോ ഇങ്ങനെയൊക്കെയുള്ളൊരവസ്ഥ നിലനിൽക്കെ തന്നെ ഒരു സന്ദർഭത്തിൽ കോഴിക്കോട് നിന്ന് പിന്നെ രോഗിയെ സന്ദർശിച്ച് തിരിച്ചു വരുന്ന സമയത്ത് ജ്യേഷ്ഠൻ്റെ ഒരു ഖുർആൻ്റെ പരിഭാഷ വാങ്ങി വരുന്നൊരു സന്ദർഭം ഉണ്ടാകുന്നുണ്ട്. ഈ ലൈനിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ സംഭവിച്ചൊരു കാര്യമാണ്. അപ്പോൾ അതിൻ്റെ ഒരു കാരണം ഞാൻ പലപ്പോഴും ഇങ്ങനെ ആലോചിക്കാറുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് കാര്യകാരണ ബന്ധം ഈ വിഷയത്തിലില്ല. അതേസമയത്ത് ഈ കണ്ണീര് ആകാശ കവാടങ്ങളിൽ ഉണ്ടാക്കിയ ഒരു സ്വാധീനം, അതല്ലാതെ വേറെ ഒരു കാരണവും അതിന് മനസ്സിലാക്കാൻ കഴിയില്ല. എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. ഈ ഹിദായത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആർക്ക് കിട്ടുന്നൊന്നും പറയാൻ കഴിയില്ല. നമ്മൾ വിചാരിക്കും അത് ശത്രുവിനെ മിത്രത്തിനൊന്നും പറയാൻ കഴിയില്ല. അബൂ ത്വാലിബ് മിത്രമായിരുന്നു, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വലങ്കൈയായിരുന്നു, അങ്ങനെ ഉണ്ടല്ലോ, വലങ്കൈയായിരുന്നു. മരണത്തെ ദുഃഖവർഷമായിട്ട് വരെ ആചരിച്ചിട്ടുണ്ട്. പക്ഷേ ഹിദായത്ത് കിട്ടിയിട്ടില്ല, അങ്ങനെയല്ലോ. അതേസമയത്ത് ഉമർ റളിയല്ലാഹു അൻഹു അല്ലെ, ഖലീഫ ഉമർ എന്ന് പറയുന്നത് എന്തായിരുന്നു, ശത്രുവായിരുന്നു, പ്രവാചകനെ വെട്ടാൻ ഉരിപ്പിടിച്ച വാളുമായി നടന്ന, പക്ഷേ ഹിദായത്ത് കിട്ടി. ഖാലിദ് ബിൻ വലീദ് ഒരു ഘട്ടത്തിൽ അവരൊക്കെ ഏതാണ്ട് യഥാർത്ഥത്തിൽ എന്തായിരുന്നു, ശത്രുപക്ഷത്തായിരുന്നു, പക്ഷേ ഹിദായത്ത് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം എന്താ, ഹിദായത്ത് എന്ന് പറയുന്നത് ശത്രുവിനോ മിത്രത്തിനോ ഒന്നും പറയാൻ